ഭാര്യ വീട്ടിലവിടെ വയ്യാതെ കിടക്കുകയാണ്. വീട്ടിലത്തെ രാവിലത്തെ അടിച്ചു വാരൽ, പാത്രം മുകളിലെ ചായ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ്. നാഴി അരിയിട്ട് ചോറ് വെച്ച് കൂട്ടാനൊന്നുമില്ല, മോര് കൂട്ടിയിട്ട് ഉണ്ണും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. നമസ്കാരം സുഹൃത്തുക്കളെ, ഫാഷൻ വ്ളോഗറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ തിരുവാലി ശ്രീ കൈലാസ ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന സത്യനാരായണൻ വാര്യരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം തൻ്റെ 69ാമത്തെ വയസ്സിലും പ്രതികൂലമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ പാട്ടുപാടിയാണ് ജീവിക്കുന്നത്. കടകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പാട്ടുപാടിയാണ് ജീവിക്കുന്നത്. ഒരുപാട് പ്രതികൂലമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അപ്പം ഇന്ന് അദ്ദേഹം നമുക്ക് വേണ്ടി കുറച്ച് ഗാനങ്ങൾ ആലപിക്കുന്നതും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയുകയും കൂടി ചെയ്യാം. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആളാണ് സത്യേട്ടൻ. സത്യേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വളരെ കാലമായിട്ട് ദേഹാസ്വസ്ഥ്യങ്ങളും പല അസുഖങ്ങളും, കിഡ്നി അസുഖങ്ങളും ശ്വാസം മുട്ടലുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ തയ്യാറായിട്ടാണ് വന്ന് നിൽക്കുന്ന സമയമാണ്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു അവസരം എനിക്ക് ഇവിടെ ലഭിച്ചത്. അപ്പം അത് നിരസിക്കേണ്ട, സ്വന്തം നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഞാൻ അതിന് ഒരുങ്ങി വന്നതാണ്. അപ്പോൾ വളരെ വേദനാജനകമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതം. ഭാര്യ അസുഖം ബാധിച്ച് വയ്യാതെ കിടപ്പിലാണ്, ഞാനും അസുഖബാധിതനാണ്. എന്നിരുന്നാലും വീട്ടുജോലികളൊക്കെ ചെയ്ത് അതിനുശേഷം അങ്ങാടികളോട് പാട്ട് പാടി നടന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലും കിട്ടുന്നതിനെ കൊണ്ട് ചികിത്സാ ചെലവുകളും വീട്ടിലത്തെ നിത്യവൃത്തി കാര്യങ്ങളൊക്കെ നടത്തി പോരുകയാണ്. ചില ദിവസങ്ങളിൽ ദേഹത്തിന് തീരെ വയ്യാത്ത ദിവസം പാട്ട് പാടാൻ പോകില്ല. അപ്പോൾ എനിക്ക് അതിന് പ്രത്യാഘാതം വേറെ വഴിയാണ്. അങ്ങനെ ജീവിതം മുന്നോട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജീവിച്ചു പോരുന്നത്. ആൺകുട്ടികളൊന്നുമില്ല എനിക്ക്, ആ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. വീടാകെ വളരെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് നശിച്ച് നാമാവശേഷമായിരിക്കുന്ന സാഹചര്യമാണ്. അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഞാൻ വിചാരിച്ച യാതൊരുവിധ സാധ്യതകളും എനിക്കിപ്പോൾ കാണുന്നില്ല മുന്നിൽ.
സുഖം പറഞ്ഞല്ലോ കിഡ്നിയുടെ. അതിനിപ്പോ എവിടെ ഏത് ഡോക്ടറെ അടുത്താ ചികിത്സ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സ ഒരു 2-3 കൊല്ലം മുമ്പ് ഞാൻ നടത്തി വന്നിരുന്നു. അന്ന് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്കത് സാധിക്കാതെ വന്നു. പിന്നെ ആ ഡോക്ടർ തന്നെ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, അത് ചികിത്സിച്ച് മാറ്റിത്തരാമെന്ന് പറഞ്ഞ് ഒരു 6 മാസത്തെ ചികിത്സ ഞാൻ നടത്തി. ഇവിടുന്ന് ബസ്സിന് പോകേണ്ട, കാർ എടുത്തിട്ട് പോകണം. ഇവിടുന്ന് കോഴിക്കോട് കാർ എടുത്തൊക്കെ പോയി വരണമെങ്കിൽ എനിക്ക് അസാധ്യ ഭീമമായ സംഖ്യ വേണം. മരുന്നിന് ഒരു 5000 രൂപ ഡോക്ടർ എഴുതി അത് വേണം, ഫീസ് കൊടുക്കണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലിപ്സ് കാർഡോക്ടർ എന്ന് പറഞ്ഞ പ്രസിദ്ധ പ്രൊഫസർ ഡോക്ടറാണ് ചികിത്സിച്ചിരുന്നത്. എനിക്ക് സാമ്പത്തിക ബാധ്യതകളും കടം വരുന്നത് കൊണ്ട് പിന്നെ ഞാൻ ആ ചികിത്സ നിർത്തിവെച്ചു. അതിനുശേഷം അസുഖം വീണ്ടും കൂടി. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒരു 10 തവണ എന്നെ അവിടുന്ന് മടക്കി വിട്ടതാണ് അവർ. അവിടെ യൂറോളജി വിഭാഗം ഇല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മലബാർ ഹോസ്പിറ്റലിൽ പോവുകയും 2 തവണ അവിടെ ഒരു 60,000 രൂപയോളം എനിക്ക് ചിലവ് വരികയും അത് കൊടുക്കാൻ ഞാൻ വളരെ പാടുപെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം അവിടുത്തെ മരുന്ന് കഴിച്ചതിന് ശേഷം, മലബാറിലത്തെ മരുന്ന് കഴിച്ചതിന് ശേഷം ആ മരുന്നിൻ്റെ റിയാക്ഷൻ അതുകൊണ്ട് മേലാസകലം ചോറി. അത് കാരണം ഞാൻ കിഡ്നി സംബന്ധമായ മരുന്നുകളൊന്നും ഇപ്പോൾ കഴിക്കാറില്ല. ശ്വാസം മുട്ടലിനുള്ള മരുന്നും ഓവർ ഡോസുള്ള മരുന്നാണ് ആ ഡോക്ടർ എഴുതിയിരുന്നത്. അത് മാറ്റിയിട്ട് ഡോസ് കുറഞ്ഞത് ചെയ്താൽ ഇപ്പോൾ വേറെ ഡോക്ടറെ സമീപിക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വേണ്ട വിധത്തിൽ ഭക്ഷണമില്ലായ്മയും ഒക്കെ പാടെ ശരീരത്തിന് ഈ മരുന്നിൻ്റെ എഫക്റ്റ് താങ്ങാൻ വയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എൻ്റെ കണ്ണിന് ഇവിടെ ഒരു ഉള്ളി കടിച്ചിരിപ്പുണ്ട് 4-5 ദിവസമായി. അത് അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിനിപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ പോലും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്. ഭാര്യ വീട്ടിലവിടെ വയ്യാതെ കിടക്കുകയാണ്. വീട്ടിലത്തെ രാവിലത്തെ അടിച്ചു വാരൽ, പാത്രം മുകളിലെ ചായ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ്. നാഴി അരിയിട്ട് ചോറ് വെച്ച് കൂട്ടാനൊന്നുമില്ല, മോര് കൂട്ടിയിട്ട് ഉണ്ണും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരോടും എൻ്റെ ദയനീയാവസ്ഥ അറിയിച്ച് സഹായത്തിനായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. സത്യമായിട്ട് ഈ പാട്ട് പാടാനൊക്കെ പോയാല് ജീവിക്കാനുള്ളൊരു പൈസയൊക്കെ കിട്ടുന്നുണ്ടോ? പാട്ട് പാടാൻ പോയാൽ ജീവിക്കാനുള്ള വലിയ സംഖ്യയൊന്നും കിട്ടുന്നില്ല. പരമാവധി ഈ വെയിലും കൊണ്ട് നടക്കാനും വലിയ ശരീരത്തിന് സാധിക്കുന്നില്ല. എന്നിരുന്നാലും ശരി, പരമാവധി ചിലപ്പോൾ 1000 രൂപ കിട്ടും, ചിലപ്പോൾ 500 കിട്ടാൻ തന്നെ പാടുപെടുകയാണ്. ചിലപ്പോൾ 10, 200, 300 കിട്ടുക. അങ്ങനെ ഒരു കൃത്യതയൊന്നുമില്ല അതിന്. പിന്നെ ദയവുള്ളവർ വാട്സപ്പിലൊക്കെ ഈ പാട്ട് കാണുമ്പോൾ എൻ്റെ ഫോൺ നമ്പർ ആവശ്യപ്പെട്ട് അത് കൊടുത്തിരുന്നു. ഫോൺ നമ്പർ വാട്സപ്പിൽ കൊടുത്തിരുന്നു. ആരെങ്കിലും എന്നെ വിളിച്ച് ചോദിച്ച് അക്കൗണ്ട് നമ്പർ ചോദിച്ച് അതിലേക്ക് ചില വ്യക്തികൾ ചെറിയൊരു തുകയൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇപ്പം ഈയിടെയായിട്ട് കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് നിന്ന് ഒരാൾ 1000 രൂപ 1500 രൂപ അയച്ചു തന്നു. കൊയിലാണ്ടിയിൽ നിന്നൊരു സ്കൂൾ മാസ്റ്റർ 1500 രൂപ അയച്ചു തന്നു. മദ്രാസിൽ നിന്ന് ഒരാൾ 1000 രൂപ അയച്ചു തന്നു. അങ്ങനെ പല ഭാഗത്തു നിന്നായിട്ട്
അല്ല സത്യേട്ടാ, നമ്മളെന്താണെങ്കിലും ഇപ്പൊ നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് പ്രേക്ഷകർ ഇത് കാണും. കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ പ്രേക്ഷകർ മറ്റു പല കാര്യങ്ങളിലും പലരെയും സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സത്യേട്ടനും സഹായങ്ങൾ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ സത്യേട്ടൻ. സത്യേട്ടൻ അതിമനോഹരമായി അതിമധുരമായിട്ടാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ഗാനങ്ങളൊക്കെ പാടി തന്നത്. അതിമനോഹരമായിട്ടുള്ള മധുരകരമായിട്ടുള്ള സംഗീതം ഇദ്ദേഹം പാടുമെങ്കിലും ഇദ്ദേഹത്തിന്റെ ജീവിതം അത്ര മധുരമല്ല. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഭാര്യയുടെ അസുഖവും പ്രശ്നങ്ങളൊക്കെ കാരണം ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് സത്യേട്ടൻ ഉള്ളത്. അപ്പോൾ സത്യേട്ടനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സത്യേട്ടനെ സഹായിക്കണം. ഞാനിവിടെ സത്യേട്ടന്റെ അക്കൗണ്ട് നമ്പറും സത്യേട്ടന്റെ അതുപോലെ തന്നെ ഫോൺ നമ്പറും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള അദ്ദേഹത്തെ സഹായിക്കുക. ഇനി അതല്ലെങ്കിൽ വേറെ വല്ല ഗാനമേളകളോ അതല്ലെങ്കിൽ വല്ല കല്യാണ വീട്ടിലുള്ള ഗാനമേളകളോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വിളിച്ചാല് സത്യേട്ട അതിമനോഹരമായി നിങ്ങൾക്ക് വേണ്ടി പാടിത്തരും അല്ലെ സത്യേട്ട? വിളിച്ചാൽ ഞങ്ങൾ പോയിട്ട് പാടാലോ അല്ലെ? അപ്പൊ അതിനെല്ലാം റെഡിയാണ്. ഈ 70ാമത്തെ വയസ്സിലും സത്യേട്ടൻ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ തെരുവുകളിലൂടെ പാട്ട് പാടി നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.